ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് ദൈവവേലകൾ ഓരോന്നും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ ചിരിച്ചതിന്റെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ? പല ദൈവമക്കൾ അഭിഷിക്തന്മാരും കുടുംബങ്ങളും വ്യക്തിപരമായി ചിരിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ ചിരി എന്തെന്ന് അവർ ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ വല്ലപ്പോഴും നമ്മുടെ കണ്ണാടിയിൽ നോക്കി നമ്മളെ നോക്കി തന്നെ ഒന്ന് ചിരിക്കണം. നമ്മുടെ സന്തോഷം നമ്മുടെ അകത്തായിരിക്കുന്നത്, മറ്റുള്ളവരുടെ കയ്യിലല്ല, അത് നമ്മുടെ അകത്തായിരിക്കുന്നത്. അങ്ങനെ സന്തോഷിക്കുന്ന ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും നേരിട്ട് തിരുവചനത്തിലേക്ക് പ്രവേശിക്കുന്ന പരിശുദ്ധമാവിൻ്റെ ഒരു സന്തോഷം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ നമ്മൾ പോലും അറിയാതെ ചിരിച്ചു പോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി കരയുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കരച്ചിൽ നിർത്തിയിട്ട് ചിരിക്കാൻ തുടങ്ങുക. ചിരിക്കുമ്പോൾ നിന്റെ ആയുസ് വർദ്ധിക്കും. നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ ചവിട്ടുപടികൾ നീ ചാടിക്കയറുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇവിടെ ദുഃഖിച്ചിരുന്നത് കൊണ്ട് ഒരു പ്രയാസവും ആർക്കും വരാൻ പോകുന്നില്ല. നിങ്ങൾ കരഞ്ഞത് കൊണ്ടോ നിങ്ങൾ ദുഃഖിച്ചത് കൊണ്ടോ ആരും നിങ്ങളെ സിമ്പതറ്റിക്കൽ കൺസിഡറേഷൻ തന്ന് നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അനുഗ്രഹിക്കത്തില്ല. ഒരു കരുണയും നിങ്ങളുടെ മുമ്പിൽ കാണിക്കത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ വചനത്തിൽ ട്രസ്റ്റ് ചെയ്ത് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ചിരിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരാഗ്രഹത്തിൽ പൗലൂസ് കിടക്കുമ്പോഴും പൗലൂസ് പറയുന്ന ഒരു കാര്യമുണ്ടെന്ന്, സന്തോഷിപ്പിൻ, കർത്താവിൽ പിന്നെയും സന്തോഷിപ്പിൻ എന്ന്. കാരണം കിടക്കുന്നത് കാരാഗ്രഹത്തിനകത്താണെങ്കിലും അകത്ത് കിടക്കുന്ന വചനം അവനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, സന്തോഷത്തിലൂടെയാണ് ദൈവിക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു നല്ല ദൈവിക അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഒരു തിരുവചനത്തിലേക്ക് തരാം. ആമേൻ. 2-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം, 7-8 വാക്യങ്ങൾ. 2 സങ്കീർത്തനം 2, 7, 8 വാക്യം. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെയും അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെയും കൈവശമാക്കി തരും. കണ്ടോ, ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, ഒരു അനുഗ്രഹത്തിന്റെ മെസ്സേജാണ്. കണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെയും നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഒന്ന് ചോദിക്കുക. നിന്റെ ആവശ്യം എന്തെന്ന് നീ ദൈവത്തോട് പറ. കാരണം ഇവിടെ ഇതാ, എന്നോട് ചോദിച്ചു കൊള്ളുക എന്ന യേശു പറയുന്നത്. ദൈവത്തോട് ചോദിക്കുന്ന ഒരു മനസ്സുണ്ടാകട്ടെ. ആ മനസ്സ് നമ്മുടെ അകത്ത് രൂപപ്പെടട്ടെ. നമ്മുടെ ചിന്തകളെ, ചിന്താമണ്ഡലികളെ തിരിച്ചറിയുന്ന ദൈവം തക്ക സമയത്ത് ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇതാ 2-ാം സങ്കീർത്തനം 7, 8 വാക്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി. കണ്ടോ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരുണ്ടോ? ആമേൻ. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യം എടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. ജാതികളെ അവകാശമാക്കി തരാൻ കഴിയുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെന്ന്. ആമേൻ. ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കി തരും. കണ്ടോ, അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പറഞ്ഞ വാക്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ആ ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കി തരും. വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നമ്മൾ നടത്തുമ്പോൾ അത് അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നോട് ചോദിച്ചു കൊള്ളുക എന്ന് പറയുന്നത് ആരെന്നറിയാമോ? അത് ദൈവമാണ്. അണ്ടകടാകത്തെ സൃഷ്ടിച്ച ആ ദൈവം എന്നോട് പറയുക, നീ എന്നോട് എന്തെങ്കിലും ചോദിക്കുക, ഞാൻ നിനക്ക് തരാം. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറഞ്ഞ സ്ഥലം പോരാതെ വണ്ണം ആമേൻ അമർത്തി കുലുക്കി കഴിയുന്ന ഒരു നല്ല അളവ് നിന്റെ മടിയിൽ ഇട്ടു തരുവാൻ എന്റെ ദൈവത്തിന് ഇഷ്ടമുണ്ടെന്ന് ഇന്ന് പകലിൽ എത്ര പേരാണ് ദൈവത്തോട് ചോദിക്കുന്നവരായിത്തീരുന്നത്? ദൈവത്തോട് നിന്റെ ആവശ്യം പറ. മനുഷ്യരോട് പറയരുത്. മനുഷ്യർ ഇതുകൊണ്ട് കേട്ട് ഇതുകൊണ്ട് കളയും. മനുഷ്യർ ഇതുകൊണ്ട് കേട്ട് ഇതുകൊണ്ട് കളയും. പക്ഷെ ദൈവം ഇതുകൊണ്ട് കേട്ട് ഇവിടെ കളയത്തില്ല. ഇവിടെ വെച്ചിട്ട് അത് തക്ക സമയത്ത് നിനക്ക് അനുഗ്രഹമാക്കി കൊണ്ടുതരും. ഇന്ന് പകൽക്കാലം അങ്ങനത്തെ ചില അനുഗ്രഹങ്ങൾ ഭൂമിയെ അവകാശമാക്കുകയും ജാതികളെ കൈവശപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അഭിഷേകത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ ഒരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ജാതികളെ അവകാശമാക്കി തരും. ആമേൻ.